നിങ്ങൾ എന്തോ ബ്രോ. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ പുതിയതായിട്ട് രേണു സുധിയുടെയും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ എപ്പോഴും ഒരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്യാറുള്ള ആ ഒരു വ്യക്തിയുടെയും പുതിയൊരു വീഡിയോ, ഒരു വൈറൽ വീഡിയോ ആണ് കണ്ടത്. അതും റോഡിൽ വെച്ചാണ് ഇത് കണക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ബൈക്ക് വന്നിട്ട് ഇത് കണക്ക് എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരും പോകുന്നുണ്ട്. ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഭയങ്കരമായിട്ട് വൈറലാവുന്ന ഈ ഒരു വീഡിയോ. ഇതിന് താഴെ കമൻറ്റ് ബോക്സ് ഫുള്ള് വീഡിയോ ടാഗ് ചെയ്തിട്ടാണ് ആൾക്കാർ കമൻ്റ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ റോഡിൽ വന്നിരുന്ന് ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തുന്ന എന്തിനാന്നൊക്കെ പറഞ്ഞ് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് റിപ്ലൈ ആയിട്ടാണ് ആ ഒരു കൂടെ രേണുവിൻ്റെ കൂടെ ഡാൻസ് കളിച്ച ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് ഒരു മറുപടി വീഡിയോ ഒക്കെ ഇട്ടേക്കുന്നത്. ആ ഒരു മറുപടി വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞിട്ട് അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ചങ്കുകളെ. ഇതാണ് പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ആരെയും ബ്ലോക്ക് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഞങ്ങൾ അവിടെ സൈഡിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബൈക്കിൽ വന്ന് ഇവരെ വഴക്ക് പറയുന്ന ആൾക്കാർ ഇവരെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലാതെ അത് പബ്ലിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ. സോ എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്തുമാത്രം ട്രാഫിക്കാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോഴത്തേന് എന്താണ് എന്ന് മനസ്സിലാവും. അത് പറയുന്നുണ്ട് രാവിലെയാണ് എടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാവിലെയാണ്, ഏത് സമയത്താണെങ്കിലും പബ്ലിക്കിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വീഡിയോസോ എന്തായാലും ശരി അത് എടുക്കുന്ന ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ. രാവിലെയാണെന്ന് പറയുന്നു, പക്ഷേ രാവിലെ ആയിരുന്നിട്ട് പോലും എന്തുമാത്രം തിരക്കാണ്. അവർക്ക് ആവശ്യത്തിനൊക്കെ പോകുന്നവരായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്താണെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ ഇനിയിപ്പം കേസും കാര്യങ്ങളൊക്കെ ആവും എന്ന് തോന്നുന്നുണ്ട്, ചിലപ്പം പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ഇതേ കണക്ക് ഓരോ എന്താ പറയുക, ചിലവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫേമസ് ആവാൻ ശ്രമിക്കും, ചിലവരുണ്ടെങ്കിൽ ഭയങ്കര കോപ്രായങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഫേമസ് ആവാൻ ശ്രമിക്കും. ഇപ്പോൾ രേണു സുധി ചെയ്യുന്ന ആ ഒരു കാര്യമാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിലൊക്കെ ഓരോന്ന് മനഃപൂർവ്വം ഉണ്ടാക്കുവാണ്. ഇതിനു മുമ്പും ഓരോ ആഴ്ച ഓരോ ഇഷ്യൂസായിട്ട് രേണു സുധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആൾക്കാർ കാണുന്നുണ്ട്. ഇതുവഴി കമൻറ്റ് ബോക്സിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ കാണുന്നുണ്ട്, അത് റീച്ച് ആവുന്നുണ്ട്. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു തോന്നിയ കാര്യം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാതെ നല്ല രീതിയിൽ ചെയ്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അതിൽ ആൾക്കാർക്ക് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തുള്ള എന്താ പറയുക, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി വൈറലാവുക അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കി റീച്ച് കൂട്ടുക എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് വരുമ്പോഴാണ് എല്ലാവരും അതെന്ത് ചെയ്യുന്നത്, ഇതത്ര ശരിയല്ല. കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് രേണുവയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ മാക്സിമം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്ന് കുറേ എല്ലാവരും വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പിന്നെ ഇതേണൊക്കെ ചെയ്യുക എൻ്റെ പാഷനാണെന്നൊക്കെ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പാഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണോ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ എന്തായാലും രേണു സുധിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇങ്ങനത്തുള്ള എനിക്കൊന്ന് മനഃപൂർവ്വം ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിർത്തുക. ഇല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അത് ഹേറ്റ് ചെയ്യും. അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സുധി ചേട്ടനായാലും നല്ലൊരു പേരെടുത്ത് വെച്ചൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു കീപ്പ് ചെയ്യണം എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുക. അതിൽ ഒരു തെറ്റും കാര്യമൊന്നും പറയാൻ പറ്റില്ല. അത് നശിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് രേണു ചെയ്യേണ്ടത്. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരിക്കലും അത് നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കുന്നില്ല. അത് രേണുവിന് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയാൻ വയ്യ. അതോ ഇനിയിപ്പോൾ അത് ഉപയോഗിച്ച് കുറച്ചും കൂടെ ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ എന്നെ മോശമായിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ ഇനിയും വീഡിയോ ഒക്കെ റീച്ച് ആവുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും രേണുവയ്ക്കൊന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതിനെക്കുറിച്ച്, ഞാൻ രേണു സുധിനെക്കുറിച്ച് കുറേയധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളുമായിട്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.